ഇടുക്കി കാന്തല്ലൂരിൽ 4 വയസ്സുകാരന് മർദ്ദനം. ചെന്നൈയിൽ നിന്നെത്തിയ സഞ്ചാരികളാണ് സംഘത്തിൽ ഉണ്ടായിരുന്ന കുട്ടിക്ക് നേരെ ആക്രമണം നടത്തിയത്. കുട്ടിയെ വലിച്ചെറിയുകയും ചവിട്ടുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. നേരത്തെ നഖം കൊണ്ട് അതിന്റെ പാടൊക്കെ കെടുത്തത്. അല്ലാതെ പിന്നെ എന്നാ സംഭവം അറിയോ? പിന്നെ പോലീസുകാർ പേടിപ്പിക്കുന്ന ബിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, എന്തായാലും 4 വയസ്സുകാരനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിക്കാനിടയാക്കിയ സാഹചര്യം? എപ്പോഴാണ് സംഭവം? കാർത്തു, മർദ്ദനത്തിന്റെ വിവരം കൃത്യമായി എന്താണ് ഈ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇന്ന് ഉച്ചയോടെയാണ് ഈ ചെന്നൈയിൽ നിന്ന സ്വദേശികൾ കാന്തല്ലൂരിൽ റൂമെടുത്ത് താമസിച്ചിരുന്നത്. ഏതായാലും വൈകുന്നേരത്തോടെ ഈ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന അതേ ഈ സംഘത്തിലുണ്ടായിരുന്ന കുട്ടിക്ക് നേരെ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പുറത്തേക്ക് ഈ കൂടെ വന്നിരുന്ന 2 കുട്ടികൾ ഈ 4 വയസ്സുകാരനെ വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് ക്രൂരമായി മർദ്ദിക്കുന്നു, ചവിട്ടുന്നു, അതോടൊപ്പം തന്നെ അടിക്കുന്നു. എല്ലാ ദൃശ്യങ്ങളാണ് CCTV യിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും എന്താണ് ഈ മർദ്ദനത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും പോലീസ് കൃത്യമായി അതിനെ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയത്. ഈ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ മറിയൂരുള്ള പോലീസ് സംഘം ഈ സ്ഥലത്ത് കാന്തല്ലൂരിലേക്ക് എത്തുകയും ചെയ്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ കുടുംബത്തെ, അതായത് വിനോദസഞ്ചാരികളെല്ലാം തന്നെ ഈ പോലീസ് ഏതായാലും സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇനി ഈ ചോദ്യം ചെയ്യലിലൂടെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് ഈ മർദ്ദനത്തിലുള്ള കാരണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ക്രൂരമായി തന്നെയാണ് കുട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് എന്താണ് എന്നുള്ള രീതിയിലെല്ലാം തന്നെ അന്വേഷണം നടത്തി വരികയാണ്. ഈ മർദ്ദിച്ച കുട്ടികളും പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 14-15 വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ഈ 4 വയസ്സുകാരനെ മർദ്ദിച്ചതെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ മർദ്ദനത്തിന്റെ കാരണവും പോലീസ് കൃത്യമായി അന്വേഷിക്കും. ഏതായാലും അല്പസമയത്തിനകം നമുക്ക് ഈ കൃത്യമായുള്ള വിവരം അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാർത്തു, ശരി, വ്യക്തമാണ്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.